ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കേരള സ്റ്റൈൽ മീൻ കറിയാണ്. അതും ഇരുമ്പും പുളിയും തേങ്ങ അരച്ചതൊക്കെ ചേർത്ത മത്തിക്കറിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമേ ചട്ടിയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് അരമുറി തേങ്ങയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തരച്ച അരപ്പാണ്. അപ്പോൾ അത് നമുക്ക് നല്ലോണം മഷി പോലെ അരച്ചെടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ല ലൂസാക്കി എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഇരുമ്പുപുളി ചേർത്ത് കൊടുക്കാം. ഒരു 50 ഗ്രാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു പുളി 3 പീസായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ലോണം തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 കിലോയാണ്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉലുവ ഒന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 12 ചെറിയ ഉള്ളിയും 1/4 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ മെത്തേഡ് ഒരു എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വറവ് കൂടെ ചേർത്ത് ഒന്ന് കുറച്ച് നേരം തിളപ്പിച്ച് നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇരുമ്പുപുളി ഇട്ട് വെച്ച മത്തിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.